കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവൻ തന്റെ ക്രൂശീകരണത്തിൽ കൂടെ നമുക്ക് വേണ്ടി ചെയ്തതായ ദൈവ പ്രവൃത്തിയാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിപരീതമായിരുന്ന കയ്യെഴുത്തുകളെ ക്രൂശിൽ തറച്ച് അവൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അതിനെ നമുക്ക് മധ്യത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നുള്ളത് ദൈവത്തിന്റെ സ്തോത്രം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അതൊരു പരാജയമായിരുന്നില്ല. മറിച്ച് അതൊരു വലിയ വിജയമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യക്ഷമായി പുറമേ നമ്മൾ നോക്കുമ്പോൾ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ യേശുവിന്റെ ക്രൂശീകരണത്തെ നോക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നത് ഒരു സഹതാപത്തിനായ തരംഗമാണ് അവിടെ അലയടിക്കുന്നത്. അതൊരു പരാജയമായിരുന്നു. യേശുവിനെ അവർ ക്രൂശിച്ച് കൊന്നു കളഞ്ഞു എന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോൾ, അവൻ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ക്രൂശ് മരണം ഒരു വലിയ വിജയമായിരുന്നു. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ആത്മീയ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നുള്ളത് ഒരു വലിയ വിജയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന അദൃശ്യ വ്യാപാര ശക്തികളെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ക്രൂശിന്മേൽ യേശു കർത്താവ് ജയോത്സവം കൊണ്ടാടുവാനിടയായി. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശീകരണത്തിൽ അവൻ ഹല്ലേലൂയ പ്രധാനമായി 3 വൻ ശക്തികൾ അവൻ പരാജയപ്പെടുത്തുവാനിടയാണ്. പകൽക്കാലം നമ്മൾ അതിനെ പറ്റിയാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. ഹല്ലേലൂയ. അവൻ ഈ ദൃശ്യമായ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നതായ ഓരോ വസ്തുതകളുടെയും പിന്നിൽ ഒരു അദൃശ്യമായ മണ്ഡലമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാം കാണുന്നതായ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ചേപ്പുകളൊക്കെ അവനത് യാഥാർത്ഥ്യമല്ല. അതിന്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഹല്ലേലൂയ. അത് അദൃശ്യ മണ്ഡലത്തിൽ അവൻ നിലനിൽക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വസ്തു ഒരു മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ അത് സൃഷ്ടികരണം പൂർത്തിയായി നമ്മുടെ മുമ്പിൽ, നമ്മുടെ ദൃശ്യമായ കണ്ണുകളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ അതിനു മുന്നമേ അത് ആ മനുഷ്യന്റെ സൃഷ്ടിതാവിന്റെ ഹൃദയത്തിനകത്ത് അതിന്റെ പ്ലാനുകൾ താൻ മെനഞ്ഞെടുക്കുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. അദൃശ്യമായ മണ്ഡലത്തിൽ തന്റെ ഹൃദയത്തിനകത്ത്, തന്റെ ചിന്താമണ്ഡലങ്ങളിൽ, തന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതായ ആശയമാകുന്നു യഥാർത്ഥമായ റിയൽ ആയിട്ടുള്ള ആ വസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പ്ലാനുകളുടെ ഹൃദയത്തിനകത്തുമായി അതിനുശേഷമാണ് ആ പ്ലാനുകളെ താൻ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ദൃശ്യമണ്ഡലത്തിലേക്ക് പ്രത്യക്ഷമാകുന്ന നിലയിലേക്ക് വെളിപ്പെട്ടു വരുവാനിടയാൽ അത് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ രൂപഭംഗി നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു. എന്നാൽ അത് റിയൽ അല്ല. അവൻ റിയൽ ആയിരിക്കുന്നത് അദൃശ്യ മണ്ഡലത്തിൽ സൃഷ്ടാവിന്റെ ഹൃദയത്തിനകത്ത് ഉരുവായ ആ രൂപമാണ് യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പകൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ഈ ദൃശ്യമണ്ഡലത്തിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. ഇതിന്റെ പിന്നിൽ അദൃശ്യമണ്ഡലത്തിൽ അവൻ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അവൻ നാം ഓരോരുത്തരും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉളവാകുവാനിടയായി അത് യാഥാർത്ഥ്യമാണ്. അതാണ് യഥാർത്ഥമായ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിരൂപം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭ എന്ന് പറയുന്നത് അവൻ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തപ്പെട്ടപ്പോൾ അവിടെ ഉളവായതാണ് സഭ എന്ന് പറയുമ്പോൾ അവനെന്നാൽ
യെരൂശലേമിൽ ഒന്നാം സഭ പിളവായെന്ന് അവൻ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തിനപ്പുറം ദൈവത്തിന്റെ ഹൃദയത്തിൽ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സിൽ നാം ഓരോരുത്തരും ഉളവാകുവാനിടയായി. Historically speaking, the church began in Antioch. അവൻ ഹല്ലേലൂയ ചരിത്രപരമായി നോക്കുമ്പോൾ സഭ ഉളവായത് അന്ത്യോക്യയിലാണ്. എന്നാൽ theologically speaking, the church began in the mind of God. അവൻ theologically ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ സഭ ഉളവായത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലാണ്. Praise the Lord. Hallelujah. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവാകുന്നതിന് മുന്നമേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നാം ഓരോരുത്തരും ഉളവാകുവാനിടയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദൃശ്യമായ ഭൂമിയിലേക്ക് ദൈവം നമ്മെ ജനിപ്പിച്ചു. അവൻ നമുക്ക് ആവശ്യമായ ഒരു ശരീരം നൽകി. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളെയും ദൈവം ഒരുക്കി നമ്മെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഹല്ലേലൂയ. Praise the Lord. ഈ ഭൂമിയിലേക്ക് നമ്മുടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വർദ്ധിച്ച് പെരുകി അവൻ ഭൂമിയിൽ പെരുകുവാൻ, അല്ലെങ്കിൽ അധ്വാന ഫലത്താൽ ഉപജീവനം കഴിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. Praise the Lord. എന്നാൽ ഒരു അദൃശ്യമായ മണ്ഡലം നമുക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഈ ദൃശ്യമണ്ഡലത്തെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് അദൃശ്യമണ്ഡലത്തിലേക്ക് നാം കടന്നു പോകേണ്ടവരാണ്. അവൻ ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദം അവൻ ഫിസിക്കൽ, അവൻ ബോഡിയുടെ അതേ ദൃശ്യമായിരിക്കുന്ന ശരീരത്തിന്റെ പ്രതിച്ഛായയായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ അദൃശ്യമണ്ഡലത്തിലേക്ക് അവൻ ആത്മമണ്ഡലത്തിലേക്ക് കടന്നുപോയി ജീവിക്കേണ്ട മനുഷ്യന്റെ ഒന്നാമത്തെ രൂപമായി യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ മരണത്തെ ജയിച്ച് ആത്മമണ്ഡലത്തിലേക്ക് ഉയർത്തി നിൽക്കുവാനിടയായെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ ദൃശ്യമായതിനെ ഉപേക്ഷിച്ച് അദൃശ്യമായതിനെ ഒന്ന് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ രൂപാന്തരപ്പെട്ട ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകും. ദൈവം പറയുന്നത് ഈ ദൃശ്യമായിരിക്കുന്നത് അത് പെരിഷബിളാണ്, അത് നശിച്ചു പോകുന്നതാണ്. ഈ ദൃശ്യമായിരിക്കുന്നത് പവർലെസ് ആണ്, ശക്തിയില്ലാത്തതാണ്. അതിന് അവൻ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. ഈ ദൃശ്യമായിരിക്കുന്നത് അവൻ അത് നശിച്ചു നാശമായ മണ്ണിലേക്ക് ചേരുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അവൻ അത് അദൃശ്യമാണ്, അത് ശക്തിയുള്ളതാണ്, അത് മനോഹരമാണ്, അത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് ഈ ശരീരം മരിച്ചു മണ്ണോട് ചേർന്നാലും ഒരു ഉയർപ്പ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഭാഗ്യകരമായ ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്റെ മരണത്തിൽ മൂന്ന് പ്രധാന ശക്തികളെ അവൻ പരാജയപ്പെടുത്തുവാനിടയാണ്. ഒന്നാമത്തേത് ഹല്ലേലൂയ യഹൂദ മതമാണ്. പ്രൈസ് ദി ലോർഡ്. ജുഡായിസം. ഹല്ലേലൂയ. യഹൂദ മതത്തെ അവൻ കർത്താവ് പരാജയപ്പെടുത്തുവാനിടയാണ്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യഹൂദ മതത്തിൽ പ്രധാനമായി രണ്ട് സെക്റ്റുകളുണ്ട്. പരീശന്മാരും സദൂക്യരും എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. രണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന സെക്റ്റുകളാണ് പരീശന്മാരും സദൂക്യരും. ഹല്ലേലൂയ. അബ്രഹാം അവൻ ഹല്ലേലൂയ ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് ഇടത്തോട്ട് പോകണമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുവാൻ അബ്രഹാം വഴി തിരഞ്ഞെടുക്കുവാനിടയാണ്. ഇതുപോലെ അവൻ പരീശരും സദൂക്യരും എന്ന് പറയുന്ന യഹൂദ മതത്തിലെ രണ്ട് സെക്റ്റുകളാണ്. സദൂക്യർ വിശ്വസിക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനമില്ല, ദൂതന്മാരില്ല, മരണത്തിന് അനന്തരമായി ഒരു ജീവിതമില്ല, ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്നിങ്ങനെയുള്ള പഠിപ്പിക്കലുകളുമായി മുൻപോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് സദൂക്യർ എന്ന് പറയുന്നത്. എന്നാൽ പരീശന്മാർ ഇതിന് അവൻ വിപരീതമായി മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും ദൂതന്മാരുടെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുകയും അവൻ മരണത്തിന് ശേഷമായിട്ട് ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ അവൻ പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ പ്രത്യാശയോടുകൂടെ നിൽക്കുന്നതായ ഒരു കൂട്ടമാണ് പരീശന്മാർ എന്ന് പറയുന്നത്. അവൻ യേശു കർത്താവിന്റെ പിന്നാലെ താൻ ഈ ലോകത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൻ കടന്നു പോകുമ്പോൾ പരീശന്മാരും സദൂക്യരും അവന്റെ പിന്നാലെ കടന്നുകൂടി
ചോദ്യങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞ് അവരെ ഹല്ലേലൂയ അവൻ വായ അടച്ചുകൊണ്ടാണ് അവൻ മുമ്പോട്ട് പോകുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് അവൻ സദൂക്യർ വിശ്വസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ സദൂക്യരുടെ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് മോർമോൺസ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേകമായ കൾട്ട് ഗ്രൂപ്പ് അവൻ സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന സഭയിൽ അവൻ നുഴഞ്ഞു കയറുവാനിടയായി. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമില്ല, ദൂതന്മാരില്ല, സൈറ്റാനില്ല, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കലുകളുമായി ജനത്തെ അവൻ ഉപദേശത്തിൽ വഴിതിരിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിനിടയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സഭയോട്, കൊരിന്ത് സഭയോട് പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ട്. നമ്മുടെ പുനരുദ്ധാന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് തേജസ്സുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. മറ്റ് ശരീരങ്ങൾക്ക് വ്യത്യസ്തമായ തേജസ്സുണ്ട്. മനുഷ്യന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പ്ലാന്റ്സിന്റെ ഇലകൾ, അത് മനുഷ്യർക്ക് ശരീരമുണ്ട്, മരങ്ങൾക്ക് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് പ്രത്യേകമായ ശരീരമുണ്ട്. ഈ ശരീരങ്ങളെല്ലാം വ്യത്യസ്തപ്പെട്ടു നിൽക്കുകയാണ്. അതുപോലെ ഹെവൻലി ബോഡീസ്, സ്വർഗീയ ശരീരങ്ങൾ, സെലസ്ഷ്യൽ ബോഡീസ്, അതിന് വ്യത്യാസങ്ങളുണ്ട്. സൂര്യന്റെ ശരീരം തേജസ് പോലെ അല്ല. 3 നിലകൾ ചന്ദ്രൻ നൽകപ്പെട്ടിരിക്കുന്ന തേജസ്, നക്ഷത്രങ്ങൾ തമ്മിൽ അതിന് തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ അവൻ ഭൗമിക ശരീരങ്ങൾക്കും സ്വർഗീയ ശരീരങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ മനുഷ്യന്റെ ഉയർപ്പ് വരുമ്പോൾ അവൻ തേജസ് കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനവൻ ഹല്ലേലൂയ ചെയ്ത അവനവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവർ തേജസ് കൊണ്ട് വ്യത്യാസപ്പെടുവാനിടയാകും. അവർ ചെയ്ത നന്മ പ്രവൃത്തികൾക്കനുസരിച്ച് തേജസ് കൊണ്ട് അവർ വ്യത്യാസം ഉണ്ടാകുവാനിടയാകും. അതുകൊണ്ട് മനുഷ്യരുടെ പുനരുദ്ധാനമുണ്ട്. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. അതിന്റെ ആദ്യ ഫലം എന്നവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. സദൂക്യരുടെ അവൻ വിശ്വാസത്തെ മുറുകെ പിടിപ്പിക്കുന്ന അതേ ആ കൾട്ട് ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ആ മരണ അനന്തരമായിട്ട് ഒരു ജീവിതം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൂതന്മാർ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, പിന്നെ എന്തിനാ നിങ്ങൾ മരിച്ചവരുടെ സ്നാനം കഴിക്കുന്നു? മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന ഒരു ഉപദേശ പിശക സഭയകത്ത് വിടുവാനിടയായി, അവരുടെ പഠിപ്പിക്കുവാനിടയായി. എല്ലാവരുമല്ല, ചിലർ മാത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ മരിച്ചവർക്ക് ആത്മാക്കളെ വിളിച്ചു വെക്കുന്ന സ്പിരിറ്റിസം എന്ന പ്രത്യേകമായ അതേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ആ കൾട്ടിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ആ വിചാര കർമ്മത്തെ അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, സ്പിരിറ്റിനോട്, മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് സ്നാനമേൽക്കുവാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് സ്നാനമേൽക്കുന്നതായ രീതികൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിന് വേണ്ടിയാണ്. മരിച്ചവർക്ക് പിന്നീട് ജീവനില്ലായെങ്കിൽ, ദൂതന്മാരില്ലായെങ്കിൽ, മരണാനന്തരം ജീവനമില്ലായെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു എന്ന് പൗലോസ് ചോദിക്കുകയാണ്. ദൈവത്തിന് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവരുടെ വാദത്തിന് വിരുദ്ധമായി അവർ തന്നെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനമുണ്ട്. പരീക്ഷന്മാരും സാത്രിമാരും സദൂക്യരും ഒക്കെ വ്യത്യസ്തമായ നിലകളിൽ അവർ ചിന്തിച്ചു പോകുമ്പോൾ അവർ യേശുവിനെ അംഗീകരിക്കാതെ അവർ യഹൂദ മതം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന് എതിരായിട്ട് നിന്നു. ഹല്ലേലൂയ. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യക്തമാകുന്നു. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നതും നാം പ്രത്യാശിക്കുന്നതുമായ കാര്യം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ വേഗം വരും. അവൻ ആകാശങ്ങളെ വാഹനമാക്കി അവൻ മേഘാരൂഢനായി അവൻ കടന്നു വരുമ്പോൾ അവൻ നമ്മളുടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. അവൻ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരം സംഭവിക്കും. നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്.
അങ്ങനെയെങ്കിൽ മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാരുടെ അവൻ മതം യേശുവിന് എതിരായിരുന്നു. ആ മതം യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ബർന്നബാസിനെ വിട്ടൊഴിക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന യഹൂദ മതം യേശുവിനെ നോക്കി വിളിച്ചു പറയുവാനിടയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണം അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല. നാം ചിലർ ചിന്തിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് ആ പ്രത്യേക സാഹചര്യത്തിൽ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ആ ഗലീല പട്ടണങ്ങളിലുടനീളം നടന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ തന്റെ പിന്നാലെ കൂട്ടിക്കൊണ്ട് ആ മുൻപോട്ട് പോയ വ്യക്തിയല്ല. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ചിലർ കടന്നു വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂശിനെ തറച്ച് അവർ കൊന്നുകളയുകയായിരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം according to the scripture അവൻ തിരുവചന പ്രകാരം യേശു മരിക്കുവാനിടയായി. അവൻ സങ്കീർത്തനങ്ങൾ 22 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52, 53 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും അവൻ അനുഭവിക്കേണ്ട യാതനകളും ക്രൂശീകരണത്തിലും അവൻ വ്യക്തമായി പ്രവാചകൻ വിളിച്ചു പറയുവാനിടയായി തീർന്നു. യേശുവിന്റെ മരണം യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒന്നല്ല. അത് സ്ക്രിപ്ചറിന് പ്രകാരം, തിരുവചന പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഏതോ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം മനുഷ്യന് വാഗ്ദത്തം കൊടുക്കുവാനിടയായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം അവൻ കാലങ്ങൾ കഴിയുമ്പോൾ പ്രവാചകന്മാർ പിന്നെയും ഏറ്റു പറയുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യൻ നഷ്ടമായിരിക്കുന്ന ആ തെളിശീലമായ അനുഭവത്തിൽ മടക്കി നൽകിക്കൊണ്ട് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അതേ വചനമാണ്. ഹല്ലേലൂയ. ഈ മന്മയമായതിനെ നമ്മൾ ഉപേക്ഷിക്കും, അവൻ തേജസ്സുള്ളതിനെ വിന്മയമായതിനെ നാം പ്രാപിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. മധ്യമായതിനെ ഉപേക്ഷിച്ച് അമർത്യമായതിനെ സ്വീകരിക്കുവാൻ വേണ്ടി അവൻ ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകുവാനിടയായി. ഏതെങ്കിലും തോട്ടത്തിൽ അവൻ പാപചിത്തായ മനുഷ്യനെ പുറത്താക്കിയിട്ട് അവൻ അവിടെ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായി ദൈവം കാവൽ നിർത്തുവാനിടയായി. ആരും ഒരു മനുഷ്യനെയും ഏതെങ്കിലും തോട്ടത്തിലേക്ക് പാപം ചെയ്തവൻ പ്രവേശിക്കുവാൻ പാടില്ല. പ്രവേശിച്ചു കഴിഞ്ഞാൽ വാളിന്റെ അവൻ മൂർച്ചയ്ക്ക് അവൻ ഇരയായി തീരും. ഹല്ലേലൂയ. എന്നാൽ കമല സമ്പൂർണ്ണതയിൽ അവൻ കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ ഭൂജാതനായിട്ട് കാൽവരിയിലെ കൊലമരത്തിൽ കാര്യപാടികളാൽ ചതയ്ക്കപ്പെട്ട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവന്റെ മരണത്തിൽ സംഭവിച്ചതാണ് ഏതൻ പർദീസയിലേക്ക് ആ കർത്താവ് ക്രൂശിതനായി കടന്നുമ്പോൾ ആ ദൂതന്റെ വാളിനാൽ യേശു ക്രിസ്തു വെട്ടേൽക്കുവാനിടയായി. മനുഷ്യപുത്രൻ അവൻ വെട്ടേൽക്കുവാനിടയായി. അപ്പോൾ മനുഷ്യന് എന്നേക്കുമായി അവൻ വിലക്കപ്പെട്ട് കിടന്നതായ ഏതൻ തോട്ടത്തിലേക്കുള്ള പ്രവേശനം യേശു ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ വഴിതെളിച്ച് ഒരുക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി ഏത് സമയത്തും ധൈര്യത്തോട് കൃപാസനത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ഒരു പ്രവേശനം മനുഷ്യകുലത്തിന് വേണ്ടി ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ അവൻ ഒരുക്കിയെടുക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് അത് തിരുവചന പ്രകാരം, ദൈവവചനപ്രകാരം സംഭവിച്ചതൊന്നാണ്. യേശുവിന്റെ മരണം എന്ന് പറയുന്നത് സ്ക്രിപ്ചർ പ്രകാരം, തിരുവചന പ്രകാരം, അവൻ ദൈവത്തിന്റെ വചനപ്രകാരം നടന്ന ഒന്നാണ്. യഹൂദ മതത്തിനെ കർത്താവായ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു വന്ന പരീക്ഷന്മാരും സദൂക്യരും ശാസ്ത്രിമാരും പുരുഷന്മാരും എല്ലാം അവൻ നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ യേശു നടന്നു പോകുകയാണ്. അവനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുകയാണ്. അവൻ ഹൃദയത്തിനകത്ത് അത്യന്തം സന്തോഷിക്കുവാനിടയായി. ഞങ്ങളുടെ ഇഷ്ടം നിറവേറി. മാനുഷികമായി നോക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് യേശു ക്രൂശിക്കപ്പെടുവാനായി കടന്നു പോകുകയാണ്. എന്നാൽ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്
മറ്റൊന്നാണ്. ഇവിടെ അവൻ സ്റ്റേജിൽ നടക്കുന്ന ഡ്രാമ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് കാണുമ്പോൾ യേശു ക്രൂശിക്കപ്പെടുന്നു, യേശു പരാജയപ്പെടുന്നു, അവൻ ഒരു പരാജിതനാണ്, അവൻ തലകുനിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ സ്റ്റേജിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം, യഥാർത്ഥമായ സംഭവം മറ്റൊന്നാണ്. അതൊരു യാഥാർത്ഥ്യം വേറെയാണ്. അവൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണിന് കാണുന്നതല്ല യഥാർത്ഥം. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ അവൻ മറ്റൊന്നുണ്ട്, അദൃശ്യമണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പുറമേയുള്ള ലോകത്തിൽ മനുഷ്യൻ കാണുമ്പോൾ യേശു ക്രൂശിതനായി തലകും വിട്ടുകൊണ്ട് പരാജിതനായി കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ മറ്റൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥമായിരിക്കുന്നത്. അതെന്താണ്? ദൈവത്തിന്റെ തിരുവചന പ്രകാരം യേശു ക്രിസ്തു യഹൂദ മതത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ആമേൻ. ഈ യാഗങ്ങൾക്ക് വേണ്ടി അവൻ മൃഗത്തെ അർപ്പിക്കണമെന്നുള്ള പ്രമാണത്തെ ഹല്ലേലൂയ അവൻ ഏറ്റെടുത്തുകൊണ്ട് യേശു തന്നെ പരമയാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായെങ്കിൽ യഹൂദ മതം ഇളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഹല്ലേലൂയ. യഹൂദ മതത്തിന്റെ പരാജയം അവൻ യേശു കർത്താവ് അവിടെ ചെയ്തെടുക്കുവാനിടയായി. രണ്ടാമതായി അവൻ യേശു വിജയിച്ചത് ആരുടെ മേലാണ്? റോമൻ സാമ്രാജ്യ ശക്തിയുടെ മേൽ. റോമൻ സാമ്രാജ്യം യഹൂദ മതത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചു കൊല്ലുവാനായി അവർ ഏറ്റെടുക്കുവാനിടയായി. ആ ദൗത്യം റോമൻ സാമ്രാജ്യം ഏറ്റെടുത്തു. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തോടുകൂടെ തന്നെ റോമൻ സാമ്രാജ്യ ശക്തിക്ക് അവനോട് വിരോധമുണ്ടായി. ഹല്ലേലൂയ. ദൂരന്നുകൊണ്ട് കിടക്കുന്ന വിദ്വാൻമാർ യേശുവിന്റെ മരണസമയത്ത് അവന്റെ അടുക്കലേക്ക് വന്നു കുഞ്ഞിനെ നമസ്കരിക്കുവാൻ. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ യഹൂദ മതത്തിന്റെ അധീനതയിലായിരിക്കുന്ന റോമൻ സാമ്രാജ്യ ശക്തിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. അവൻ വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിച്ച് കടന്നു വന്നു. അവൻ ഹെരോദ രാജാവിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ശിശു ജനിച്ചിരിക്കുന്നത്? അവൻ ഈ സത്യം ഇപ്പോഴാണ് ഹെരോദാവ് അറിയുന്നത്. അവൻ ഹെരോദാവിന് ഭയമുണ്ടായി. റോമൻ സാമ്രാജ്യ ശക്തിയെ അവൻ തകിടം മറിക്കുവാൻ ഒരു രാജാവായി ഒരുവൻ ജനിച്ചു പോകും. പെട്ടെന്ന് അവൻ ഹെരോദാവ് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങൾ പോയി ശിശുവിനെ കണ്ടെത്തിയിട്ട് അവനെ കണ്ടു കഴിയുമ്പോൾ വന്ന് എന്നെയും ഒന്ന് അറിയിക്കുക, എനിക്കും ആ ശിശുവിനെ ഒന്ന് നമസ്കരിക്കണം. എന്നാൽ ഈ വിദ്വാൻമാർ കടന്നുപോയി അവൻ നക്ഷത്രം അവരെ വഴികാട്ടി ശിശുവിനെ കണ്ടു. അവൻ പൊന്നും കുന്തിരിക്കും ഒക്കെ അർപ്പിച്ച് ശിശുവിനെ നമസ്കരിച്ച് അവൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവരുടെ വഴിക്കായി മടങ്ങിപ്പോയി. ഹെരോദാവിന്റെ അടുക്കലേക്ക് അവൻ കടന്നിരുന്നില്ല. കാരണം ഹെരോദാവ് ശിശുവിനെ കൊല്ലുവാനായി ആഗ്രഹിച്ചു. റോമൻ സാമ്രാജ്യത്തെ തകിടം മറിക്കുവാൻ യഹൂദന്മാര് രാജാവായിട്ട് ഒരുവൻ പിറന്നിരിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലിരിക്കുന്ന യഹൂദന്മാരെ അവൻ നിയന്ത്രിക്കുവാൻ, അവരെ നയിക്കുവാൻ അവർക്ക് രാജാവായിട്ട് ഒരുവൻ പിറന്നുവോ അവനെ കൊന്നുകളയേണ്ടത് ആവശ്യമാണെന്ന് ഹെരോദാവ് തീരുമാനിച്ചു. അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. അവൻ 2 വയസ്സിൽ പ്രായമുള്ള എല്ലാ ശിശുക്കളെയും അവൻ കൊന്നുകളയുവാൻ അവൻ കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി. അന്ന് മുതലേ റോമൻ സാമ്രാജ്യം യേശുവിനെതിരായതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ യഹൂദന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അവർക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുമ്പോൾ ചാട്ടവാറുകൾ കൊണ്ട്, അവൻ മുൾക്കിരീടങ്ങൾ കൊണ്ട്, കുന്തങ്ങൾ കൊണ്ട് യേശുവിനെ ക്രൂരമായി മർദ്ദിച്ച് ഉപദ്രവിച്ച് അവരുടെ ശിക്ഷാവിധിയാകുന്ന ക്രൂശിന്മേൽ കൊണ്ടുവന്ന് യേശുവിനെ തറയ്ക്കുവാനിടയായി. ഇനി ഇവൻ എഴുന്നേൽക്കുവാൻ പാടില്ല. ഇനി ഇവൻ തന്റെ പിന്നാലെ ജനത്തെ കൂട്ടുവാൻ പാടില്ല. അവനെ ക്രൂശിന്മേൽ കാര്യം പാണിയിൽ തറച്ച് അവൻ റോമൻ സാമ്രാജ്യം അവനെ ക്രൂശിക്കുമ്പോൾ ലോകം വിചാരിച്ചു, റോമൻ പടയാളികൾ വിചാരിച്ചു, റോമൻ ചക്രവർത്തിമാർ വിചാരിച്ചു യേശുവിനെ അവർ പരാജയപ്പെടുത്തി. എന്നാൽ ദൈവമക്കളെ, സ്റ്റേജിന്റെ പിന്നിൽ നടക്കുന്നത് യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അവർ തീരുമാനിച്ചതുപോലെയോ അവർ ചിന്തിച്ചതുപോലെയോ അല്ല ഇവിടെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
മറിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം according to the scripture എന്ന തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം യേശു ക്രിസ്തു അവൻ ഹല്ലേലൂയ ലോകം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത റോമൻ പടയാളികൾ അവനെ ക്രൂശിക്കുവാനിടയായി. Praise the Lord. Hallelujah. Praise the Lord. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷമായി അവൻ ഹല്ലേലൂയ കല്ലറയിൽ കൊണ്ടുപോയി അവനെ അടക്കം ചെയ്തു. അവൻ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ ഒരു പ്രവചനം യേശു ക്രിസ്തുവിനെ പറ്റി കിടക്കുന്നത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പാടില്ല എന്ന നിർബന്ധത്താൽ റോമൻ പടയാളികൾ അവന്റെ കല്ലറയിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അവൻ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്രയെ പതിക്കുവാനിടയാൽ പടയാളികളെ കാവൽ നിർത്തുവാനിടയാൽ പട്ടുകൂറ്റൻ അവൻ കല്ലിൽ ഉരുട്ടി വെച്ച് അതിനെ ബന്ധിച്ച് അവൻ ഹല്ലേലൂയ റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയർ മുദ്രയെ പതിപ്പിച്ചുകൊണ്ട് പടയാളികളെ കാവൽ നിർത്തി യേശുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ അവർ നിൽക്കുമ്പോൾ അവൻ റോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാ ശക്തികളെയും അതിന്റെ സാമ്രാജ്യത്തിന്റെ അവൻ ബലത്തെയും തകർത്തുകൊണ്ട് യേശു പറഞ്ഞതുപോലെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. യേശു ക്രിസ്തുവിന് 3 ദിവസം മാത്രമാണ് ആ കല്ലറയിൽ ഇരിക്കുവാൻ കഴിയുന്നത്. 3-ാം നാൾ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് എല്ലാ റോമൻ സാമ്രാജ്യത്തിന്റെ അവൻ അധികാര മുദ്രകളെയും തകർത്തുകൊണ്ട് അതിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ആ കല്ലറയിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. Praise the Lord. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Praise the Lord. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തിരുവചനപ്രകാരം അവൻ മരിക്കേണ്ടതിന് വേണ്ടിയാണ്. തിരുവചനം വിളിച്ചു പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ച് തന്റെ പുത്രൻ നൽകിയതാണ്. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു, നിന്റെ only begotten son, ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി നീ നൽകണം. Praise the Lord. ഹെബ്രോനിൽ നിന്ന് യെരൂശലേമിലെ മോറിയായ മലയിലേക്ക് അബ്രഹാം തന്റെ പുത്രനായ ഇസ്ഹാക്കുമായി യാത്ര തിരിക്കുകയാണ്. ഹെബ്രോനിൽ നിന്ന് യെരൂശലേമിലെ മോറിയ മലയിലേക്ക് പോകുവാൻ 3 ദിവസത്തെ വഴി ദൂരമുണ്ട്. ഈ 3 ദിവസത്തെ യാത്രയിൽ അവൻ ഹല്ലേലൂയ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് തന്റെ ഓമന പുത്രനായിരിക്കുന്ന തന്റെ ഏകജാതനായ പുത്രനായ ഇസ്ഹാക്ക് മരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അബ്രഹാം പൂർണ്ണമായി തന്റെ ഹൃദയം കൊണ്ട് തന്റെ മകനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. നീ നിന്റെ മകനെ എനിക്ക് യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ പൂർണ്ണ ഹൃദയത്തോട് അബ്രഹാം അത് ഏറ്റെടുത്ത് ഹൃദയം കൊണ്ട് അതിനെ വലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ദിവസത്തെ യാത്രയിൽ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് തന്റെ ഏകജാതനായ പുത്രൻ മരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ദിവസം മോറിയ മലയിൽ കടന്നുവന്ന ഹല്ലേലൂയ വാളെടുത്ത് അവൻ ഇസ്ഹാക്കിനെ ഛേദിക്കുവാൻ, ശിരസിനെ ഛേദിക്കുവാൻ വേണ്ടി, ഇസ്ഹാക്കിനെ വാളുകൊണ്ട് കൊല്ലുവാൻ വേണ്ടി, യാഗമർപ്പിക്കുവാൻ വേണ്ടി അബ്രഹാം വാളെടുത്ത് വീശുമ്പോൾ അവിടെ ദൈവ ശബ്ദം മുഴങ്ങുവാനിടയായി വാളങ്ങളിൽ കൈവെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിമിഷം ഹല്ലേലൂയ ദൈവ ശബ്ദം കേട്ട ആ നിമിഷത്തിൽ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് തന്റെ മകനായ ഇസ്ഹാക്ക് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഈ 3 ദിവസമായി മരിച്ചു കിടന്ന ഇസ്ഹാക്ക് അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. Praise the Lord. ഹല്ലേലൂയ. അവൻ ഇതുപോലെ അവൻ യേശു കർത്താവ് 3 ദിവസം ഹല്ലേലൂയ കല്ലറയിൽ അടക്കപ്പെട്ടു. Praise the Lord. 3-ാമത്തെ ദിവസം യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ഏകജാതനായ പുത്രനെ അവൻ ദൈവത്തിന് വേണ്ടി നൽകുവാൻ യാതൊരു മടിയും കൂടാതെ പൂർണ്ണ മനസ്സോടുകൂടെ തയ്യാറായെങ്കിൽ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ അബ്രഹാമിന്റെ തലമുറകൾക്ക് അവർ വീണ്ടെടുക്കപ്പെടേണ്ടത്, രക്ഷിക്കപ്പെടേണ്ടത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അവൻ ഹല്ലേലൂയ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ തലമുറ
യേശു ക്രിസ്തുവിൽ കൂടെ ലോകത്തിന് ഒരു വിടുതലുണ്ടാകുവാനിടയായി. ഇന്ന് പകൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹ നിമിത്തമാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവനെ യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, റോമൻ പടയാളികൾ അവനെ ക്രൂശീകരിക്കുവാനായി പീഡിപ്പിക്കുവാനായി തയ്യാറായി മുൻപോട്ട് വന്നത്. റോമൻ സാമ്രാജ്യ ശക്തിയെ യേശു ക്രിസ്തു തന്റെ മരണത്തിൽ പരാജയപ്പെടുത്തുവാനിടയായി. മൂന്നാമത്തെ അവൻ ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന മറ്റൊരു ശക്തിയാണ് അദൃശ്യ ശക്തിയായിരിക്കുന്ന, റിയൽ വേൾഡ് ആയിരിക്കുന്ന, അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന മറ്റൊരു ശക്തി. ഈ യഹൂദ ശക്തിയാകട്ടെ, റോമൻ ശക്തിയാകട്ടെ, യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ശക്തികളുടെ പിന്നിൽ അവൻ പ്രവർത്തിച്ചതായ മറ്റൊരു ശക്തിയുണ്ട്. അതാകുന്നു സാത്താന്റെ ശക്തി, പിശാചിന്റെ ശക്തി, അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ആ അന്ധകാരത്തിന്റെ ശക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏഴാം തോട്ടത്തിൽ വെച്ച് പിശാച് മനുഷ്യനെ തകർത്തുകളയുവാൻ, ദൈവിക പദ്ധതികളെ തകിടം മറിക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിചാരിച്ചു യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ സർവ്വ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ ദൈവമക്കളെ അവന്റെ ചിന്തകൾ, അവന്റെ ആഗ്രഹങ്ങൾ നിറവേറിയെന്ന് അവൻ ഒരു സൈഡിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി മറിച്ചായിരുന്നു. അവൻ ക്രൂശിക്കപ്പെടുമ്പോൾ പിശാചിന്റെ തലയെ തകർക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവിക പദ്ധതി കാൽവരി ക്രൂശിൽ അവൻ നിറവേറപ്പെടുവാനിടയായി. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഈ മരണത്തിന്റെ ശിക്ഷാവധിയെ മനുഷ്യന് നൽകുവാൻ വേണ്ടി പിശാച് അവന്റെ സർവ്വ ആയുധങ്ങളും ചങ്ങലകളുമായി ഇങ്ങനെ ഹല്ലേലൂയ കാത്തു നിൽക്കുകയാണ്. ഇവന് ഒരിക്കലും ഏതൻ ഭൂകാലത്തിൽ ദൈവമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയാകരുത്. അവനെ വിലക്കണം, അവനെ ബന്ധിക്കണം, അവനെ ഇരുട്ടിട്ട് അഗാധതയിലേക്ക് വലിച്ചു കൊണ്ടുപോകണമെന്ന് പിശാച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുന്നു, ഈ പിശാച് ആരാണ്? ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, 2 പത്രോസ് 2-4 വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവൻ നമ്മൾ വായിക്കുന്നു, അവൻ സകല ലോകചുറ്റും അവൻ അന്ധകാരത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന സാത്താൻ, പിശാച്, പഴയ പുരാതന സർപ്പം, വലിയ സർപ്പം എന്നിങ്ങനെ അവനെ വിളിക്കുമ്പോൾ ഈ സാത്താൻ ഹല്ലേലൂയ അദൃശ്യ മണ്ഡലത്തിൽ അവൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ തകർത്തു കളയുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ വിളിച്ചത് അവൻ ദുഷ്ടൻ എന്നാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രഭു എന്ന് യേശു കർത്താവിനെ വിളിച്ചു. ഹല്ലേലൂയ. പരീക്ഷണായവനെ വിളിച്ചു. അവൻ ഈ സാത്താനെ നോക്കി പറഞ്ഞു വരും ബേൽസെബൂലാണ്, പിശാചുക്കളുടെ ഭൂതങ്ങളുടെ തലവനാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ നോക്കി പറഞ്ഞു ഇവൻ ആകാശ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പ്രഭുവാകുന്നു. അവൻ ആകാശത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ അധികാരിയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അവൻ പ്രഭുവായിരിക്കുന്നവൻ. ഹല്ലേലൂയ. ലോകത്തെ മുഴുവൻ അന്ധകാരത്തിലാക്കി കളയുന്ന ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നവൻ. ഈ പിശാച് സർവ്വലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പഴയ പാമ്പ്, മഹാസർപ്പം, വലിയ സർപ്പം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന ഈ പിശാചിനെ യേശു കർത്താവ് തന്റെ മരണത്തിൽ പരാജയപ്പെടുത്തുവാനിടയായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ 2:14 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. പിശാചിന്റെ സർവ്വ ആയുധവർഗത്തെയും അവൻ അവിടെ താഴെ വെപ്പിക്കുവാനിടയായി. അവന്റെ ഹല്ലേലൂയ മരണമെന്ന പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ മനുഷ്യന് നൽകി അവൻ നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന പിശാച് അവൻ വിചാരിച്ചു യേശു ക്രൂശിക്കപ്പെടുമ്പോൾ താൻ വിജയിച്ചു. യേശുവിന്റെ ക്രൂശിൽ അവൻ മരണത്തെ കൈവരിക്കുമ്പോൾ പിശാചിന്റെ പദ്ധതികൾ നിറവേറിയെന്ന് അവൻ ചിന്തിച്ചപ്പോൾ, അവൻ വിജയിച്ചു എന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ അവൻ സ്റ്റേജിന്റെ പിന്നിൽ നടന്ന മറ്റൊന്നാണ് ഹല്ലേലൂയ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പ്രഭുവിനെ
പരാജയപ്പെട്ടു. അവൻ ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. അവന്റെ ആയുധങ്ങളെ താഴ്ത്തി വെച്ചുകൊണ്ട് അവൻ എന്നേക്കുമായി നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക്, ക്ഷേമത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് അവനെ വീഴ്ത്തിക്കൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ തന്റെ ജയോത്സവം അവൻ കൊണ്ടാടുവാനിടയാണ്. ഹല്ലേലൂയ. അവൻ ഒന്നാമത്തെ ശക്തി യഹൂദ മതശക്തിയായിരുന്നു. യഹൂദ മതശക്തി യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ അവൻ യേശുവിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച ശക്തി എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യ ശക്തിയായിരുന്നു. അവർ യേശുവിനെ അവർ ക്രൂശിൽ തറച്ച് കൊന്നുകളയുവാൻ ഇടയായെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് മൂന്നാം നാൾ യേശു ക്രിസ്തു തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. പിശാചിന്റെ സൈന്യത്തിൽ അവൻ പരാജയപ്പെടുത്തി അവരെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിനെ ജയോത്സവം ഉണ്ടായി അവരെ എന്നേക്കുമായി നിത്യമായ ക്ഷേമത്തിലേക്ക് യേശു കർത്താവ് തള്ളിയിടുവാനിടയായി. ഹല്ലേലൂയ. ഏദൻ പൂങ്കാവനത്തിലേക്ക് പ്രവേശിച്ചു തടസ്സമായിരുന്ന ആ വേർപാടിനെ നടിച്ചുകൊണ്ടേ അവൻ ഇടിച്ചു കളഞ്ഞു. ദൈവമായി ഇനി മനുഷ്യൻ ബന്ധപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവനെ ബന്ധിച്ച് തക്കലയിൽ കൊണ്ടുപോയി നിത്യമായ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച പിശാചിന്റെ ആയുധങ്ങളെ മുഴുവൻ അവിടെ അവൻ താഴെ വെച്ചുകൊണ്ട് അവൻ യേശു കർത്താവ് അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടുവാനിടയായി. ഹല്ലേലൂയ. അവൻ വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമങ്ങൾ എവിടെ, ഞാൻ മരണത്തിൽ പാതാളത്തിൽ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം മുതൽ അതേ ലാസർ വരെയുള്ള സകല പഴയ വിശുദ്ധന്മാരെയും തന്റെ മരണത്തിങ്കൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് ആ ഭൂമിക്കടിയിലേക്ക് കടന്നുപോയി അവരെ സുവിശേഷത്താൽ വീണ്ടെടുത്ത് അവൻ സ്വർഗ്ഗത്തിൽ കയറ്റി അവർക്ക് ദൈവത്തിന്റെ മഹത്വകരമായ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോയി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറ്റി അവർക്ക് ദാനങ്ങളെ കൊടുക്കുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ മരണത്താൽ നിവർത്തീകരിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മരണം ഒരു പരാജയമായിരുന്നില്ല. ലോകം നോക്കുമ്പോൾ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ്, എന്നാൽ അതിന്റെ പിന്നണിയിൽ നടക്കുന്നത്, അതിന്റെ പിന്നണിയിൽ നടക്കുന്ന മറ്റൊന്നാണ്. അവർ റിയൽ വേൾഡിൽ നടക്കുന്ന മറ്റൊന്നാണ്. യേശുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നില്ല. മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കുന്നവർക്ക് അത് പരാജയമായിരുന്നുവെങ്കിലും ആത്മീയ കണ്ണുകൾ കൊണ്ട് തിരുവചനത്തെ ഗ്രഹിച്ചവർ ആ തിരുവചന പ്രകാരം യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അതൊരു വലിയ അവൻ വിജയത്തിന്റെ കാഹളമുതി മുഴങ്ങുന്ന സംഭവമായിരുന്നു. യേശുവിന്റെ മരണം ഒരു വലിയ വിജയമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം യേശുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മനഃശക്തി യഹൂദ മനഃശക്തി, അതിനെ യേശു കർത്താവ് തന്റെ ക്രൂശിൽ പരാജയപ്പെടുത്തുവാനിടയായി. യേശുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന റോമൻ സാമ്രാജ്യ ശക്തിയെ യേശു തന്റെ ക്രൂശിന്മേൽ പരാജയപ്പെടുത്തുവാനിടയായി. സർവ്വ കാലഘട്ടത്തിലും ഏറ്റവും വലിയ അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയായിരിക്കുന്ന പൈശാചിക ശക്തിയെ യേശു തന്റെ മരണത്താൽ നീക്കുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിനായി ദൈവശക്തിക്കെതിരായി വ്യാപരിച്ചുകൊണ്ടിരുന്ന ആ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ക്രൂശിന്മേൽ യേശു ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ഒരു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങൾ വീർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ആ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭൗമികമായ ശരീരങ്ങളെ, നമ്മുടെ മധ്യമായ ശരീരങ്ങളെ, തേജസ്സില്ലാത്ത ശരീരങ്ങളെ, ക്ഷയിച്ചു പോകുന്ന ശരീരങ്ങളെ, ശക്തിയില്ലാത്ത ശരീരങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അവൻ തേജസ് ശരീരമായി മാറ്റിക്കൊണ്ട് സൗന്ദര്യമുള്ള ശരീരമാക്കി മാറ്റിക്കൊണ്ട് ശക്തിയുള്ള ശരീരമാക്കി മാറ്റിക്കൊണ്ട് അവൻ നമുക്ക് വേണ്ടി തന്റെ വഴികളെ തുറക്കും. ഒരു പുനരുദ്ധാനം നമുക്ക് വേണ്ടിയുണ്ട്. അതിന്റെ ആദ്യ ഫലമായി യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ചില ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട്
അവൻ നമ്മളെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഊർജ്ജത്താൽ ചെയ്യാം. എല്ലാവരും ദൈവകരം ഏൽപ്പിച്ചു കൊടുത്താണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഒരു ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത്, ഒരു പുനരുദ്ധാരണത്തിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ